പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ, ഉടമ്പടി പ്രകാരമുള്ള അവിടുത്തെ പുതിയ വഴികൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരണമേ. കൃപാസനത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി പുതിയ ജീവിത വഴികൾ ഞങ്ങളുടെ ജീവിതത്തിലും കാണിച്ച് തരുവാൻ തിരുമനസ്സാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റു പ്രാർത്ഥിക്കുക. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളും കൃപാസനോടുള്ള ഈ നവീന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ നിറയപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ. ഇത് കർത്താവിന്റെ ദാസ്യം അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ഉടമ്പടി വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച നാഥേ, ഈ നിമിഷം പൂർണ്ണമായി ഞങ്ങളെ അങ്ങേക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. അബ്രഹാത്തിന് 99 വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട തൻ്റെ ഭാഗ്യവിശുദ്ധിയിൽ വ്യാപരിക്കുക എന്ന ഉടമ്പടി വചനത്തിലൂടെ വഴി നടത്തിയ ദൈവമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതം ദൈവതിരുമനസ്സിന് ഉടമ്പടി ചെയ്തപ്പോൾ വചനം മാംസമായ രക്ഷകൻ പിറന്നതുപോലെ അതേ വാക്യാർത്ഥത്തിലെ അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ എന്ന ഉടമ്പടി വചനത്താൽ വെറും വെള്ളത്തെ പുതുവിഞ്ഞാക്കിയ അമ്മയുടെ മധ്യസ്ഥയാൽ ഈശോ രൂപാന്തരപ്പെടുത്തിയ പോലെ ഈശോയെക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലും ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ ആരംഭിക്കുവാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഉൽപ്പത്തി 12:3 പ്രാർത്ഥിക്കുന്നു. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു പ്രാർത്ഥിക്കണമേ. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഈശോ വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് ഏറ്റു പ്രാർത്ഥിക്കേണ്ടത്. ഏറ്റു പ്രാർത്ഥിക്കുക. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവേ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിയമാവർത്തനം 27:12 പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാരമായ സഭയെ ആകാശം തുറന്ന് നിൻ്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിന്നെ കടം വാങ്ങേണ്ടി വരികയില്ല. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പത്രോസ് 1:3-9 പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ഈ ദൈവവചനപ്രകാരം ഉടമ്പടി ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ യേശയ്യ 55:3 പ്രാർത്ഥിക്കുന്നു. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കാം. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും. ദാവീദോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഈ വചനപ്രകാരം
ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം സ്മരിച്ചുകൊണ്ട് ഞങ്ങളെ 45:2 പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പൂടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഈ വചനപ്രകാരം ഉടമ്പടിച്ചിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, മഹത്വം, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. വാഗ്ദാന പീഠമേ സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പീഠമേ സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രിയമുള്ളവരെ, ഉടമ്പടി എന്ന വേനയിലെ രണ്ടാമത്തെ പ്രാർത്ഥന ബന്ധന വിടുതൽ പ്രാർത്ഥനയാണ്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ദൈവപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടമേ എന്നാണ് നിങ്ങൾ പ്രത്യുത്തരിച്ച് അനുഗ്രഹം പ്രാപിക്കേണ്ടത്. നടപടി പുസ്തകം 1:4 പ്രാർത്ഥിക്കുന്നു. അവർ അവനോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. കർത്താവെ, ഉടമ്പടി ചെയ്തവർ കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കുവാൻ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ ഈ ഉടമ്പടി നിവേദന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 1:14 പ്രാർത്ഥിക്കുന്നു. അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരങ്ങളോടൊപ്പം പ്രാർത്ഥനയും മുഴുകിയതുപോലെ പരിശുദ്ധ ദേവമാതാവിനെയും മധ്യസ്ഥതയിൽ ഉടമ്പടി ചെയ്തവർ അമ്മയോടൊപ്പം അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ മുഴുകി ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 2:17 പ്രാർത്ഥിക്കുന്നു. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരെയും മേൽ ഞാൻ ആത്മാവിനെ വർഷിക്കും. ഉടമ്പടി ചെയ്ത മക്കൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ ഈ ഉടമ്പടി നിവേദന പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 2:28 പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. ഉടമ്പടി ചെയ്ത മക്കൾ ഉടമ്പടി പ്രകാരം വിശുദ്ധീകരിക്കുകയും ദൈവ സാന്നിധ്യത്താൽ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുവാൻ ഉടമ്പടി നിവേദന പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 2:38 പ്രാർത്ഥിക്കുന്നു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനമേൽക്കുവിൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവെ,
ഉടമ്പടി എടുത്തവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയാൻ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ഈ ഉടമ്പടി നിവേദന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവൃത്തികൾ കണ്ടിടട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവൃത്തികൾ കണ്ടിടട്ടെ. പ്രിയമുള്ളവരെ, പാപമോചന പ്രാർത്ഥനയുടെ സമയമാണ്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ദൈവമേ നീ ക്ഷമിക്കുക എന്ന അനുതാപഗാനം പ്രാർത്ഥിച്ചുകൊണ്ട് അനുതാപം പ്രാപിക്കേണ്ടതാണ്. ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് അങ്ങ് ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് നൽകിയ ദിവ്യ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഞങ്ങളുടെ പ്രമാണത്തെ അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ മാപ്പ് നൽകണമേ. ദൈവമേ നീ ക്ഷമിക്കാം, നിൻ ജനത്തോട് നാഥാ സ്നേഹമായി നോക്കിയിടണേ. ഇന്നെന്നും ഞങ്ങളെ ദൈവത്തിന് നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന ഉടമ്പടി കൽപ്പനയ്ക്കെതിരെ ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. ദൈവമേ നീ ക്ഷമിക്കാം, നിൻ ജനത്തോട് നാഥാ സ്നേഹമായി നോക്കിയിടണേ. എന്നെന്നും ഞങ്ങളെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന കൽപ്പന നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളോട് ഉടമ്പടി ചെയ്തു. എങ്കിലും ഞങ്ങൾക്ക് പലപ്പോഴും പല കാരണങ്ങളാൽ കർത്താവ് ദിവസം പരിശുദ്ധമായി ആചരിക്കുവാനും കഴിയാതെ പോയിട്ടുണ്ട്. കർത്താവേ പൊറുക്കണമേ. ദൈവമേ നീ ക്ഷമിക്കാം, നിൻ ജനത്തോട് നാഥാ സ്നേഹമായി നോക്കിയിടണേ. എന്നെന്നും ഞങ്ങളെ ഭൂമി ദീർഘകാലം ജീവിക്കുവാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് നല്ല ചെയ്ത കർത്താവെ, ഉടമ്പടിക്കെതിരെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ നീ ക്ഷമിക്കാം, നിൻ ജനത്തോട് നാഥാ സ്നേഹമായി നോക്കിയിടണേ. എന്നെന്നും ഞങ്ങളെ കൊല്ലരുത് എന്ന കൽപ്പന വഴി മനുഷ്യ ജീവൻ്റെ മൂല്യത്തെയും സഹോദരൻ ഞങ്ങൾക്കുണ്ടാകേണ്ട കാരുണ്യത്തെയും കുറിച്ച് ഞങ്ങൾക്ക് ഉടമ്പടിയുടെ നിബന്ധന നൽകിയ ദൈവമേ, ഈ കൽപ്പനയ്ക്കെതിരെ ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ നീ ക്ഷമിക്കാം, നിൻ ജനത്തോട് നാഥാ സ്നേഹമായി നോക്കിയിടണേ. എന്നെന്നും ഞങ്ങളെ വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരെ വാക്കിലും പ്രവർത്തിയിലും വന്നുപോയ അപരാധം ഓർത്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ നീ ക്ഷമിക്കാം, നിൻ ജനത്തോട് നാഥാ സ്നേഹമായി നോക്കിയിടണേ. എന്നെന്നും ഞങ്ങളെ മോഷ്ടിക്കരുത് എന്ന 7-ാം പ്രമാണത്തിനെതിരെ ചെയ്തു പോയ വാക്കിലും പ്രവർത്തിയിലും വന്നുപോയ അപരാധം ഓർത്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ നീ ക്ഷമിക്കാം,
സാക്ഷ്യം നൽകരുത് എന്ന് ഉടമ്പടി വചനത്തിനെതിരെ ചെയ്തു പോയ അപരാധം കൊടുത്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ നീ ക്ഷമിക്കാം, നിൻ ജനത്തോടും സ്നേഹമായി നോക്കിയിടണേ. എന്നെന്നും ഞങ്ങളെ നീ അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, എൻ്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനക്കെതിരെ ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ നീ ക്ഷമിക്കാം, നിൻ ജനത്തോടും സ്നേഹമായി നോക്കിയിടണേ. എന്നെന്നും ഞങ്ങളെ നീ. പ്രിയമുള്ളവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷേതമേൽപ്പിക്കപ്പെട്ടു എന്ന് ഈശോ എന്ന സകലദാസനെക്കുറിച്ച് യേശയ്യ നൽകിയ വെളിപാടിൻ്റെ പോലെ കർത്താവ് നമ്മുടെ ചെയ്ത വാഗ്ദാന പ്രകാരമാണ്, അഥവാ ഉടമ്പടി പ്രകാരമാണ് അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കുകയും ചെയ്തത്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്. അതുകൊണ്ട് തന്നെ യേശു എന്ന ഏകരക്ഷകൻ്റെ ഉടമ്പടി പ്രകാരമുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപങ്ങളും രോഗങ്ങളും കടങ്ങളും വഹിക്കുക എന്നതാണ്. ഈ ഉടമ്പടി അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ പാപമൂല രോഗസൗഖ്യ ദൈവമഹത്വ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള സൗഖ്യത്തിന് വിടുതലുമായി നമ്മെ തന്നെ സമർപ്പിക്കുന്നത്. വൈദികൻ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയങ്ങൾ ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തി സമർപ്പിക്കുമ്പോൾ പ്രത്യുത്തരമായ സമൂഹം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നുവെന്നാണ് വിശ്വാസപൂർവം പ്രത്യുത്തരിക്കേണ്ടത്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യേശുനാമത്തിൻ്റെ ശക്തിയാൽ സൗഖ്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയ രോഗമുള്ളവർ ഹൃദയത്തിൻ്റെ ഇടത്തിൽ കൈകൾ വെച്ച് രോഗാതുരമായ ഹൃദയത്തെ കർത്താവിൻ്റെ കൃപയ്ക്കായി സമർപ്പിക്കുക. യേശുവിൻ്റെ തിരുമുറിവാർന്ന വലതുകരമാണ് നിൻ്റെ ഹൃദയത്തിൽ പതിയുന്നതിൻ്റെ പ്രകാരമാണ് നിൻ്റെ കരങ്ങൾ വിശ്വാസപൂർവം നെഞ്ച് സ്പർശിച്ചിരിക്കണമെന്ന് രോഗി ബോധ്യപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ കരൾ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരെ വിശ്വാസപൂർവം നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, തിരുവിലാവിലെ മുറിവേറ്റവനെ ആ മുറിവിലെ ചോര കൊണ്ട് അന്ധൻ്റെ കണ്ണുകളെ സുഖപ്പെടുത്തിയവനെ, ദിവീശ നിൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ ഹൃദയരോഗങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള നിൻ്റെ സാന്നിധ്യത്തെ ഇപ്പോൾ പ്രകടമാക്കണമേ. കർത്താവേ, മരുന്നോ ലേപനോ അല്ല കർത്താവേ,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സ്പർശിക്കുന്നത്, സുഖപ്പെടുത്തുന്നത്. ഇപ്പോഴേ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം കൊണ്ടല്ല, അങ്ങയുടെ കാരുണ്യത്താൽ ഹൃദയരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, അവിടുത്തെ കാരുണ്യത്താൽ ഹൃദയരോഗികളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ വാൽവ് ചുരുങ്ങുന്നവർ, വീങ്ങുന്നവർ, ഹൃദയം നീര് വെക്കുന്നവർ, ഹൃദയം വാൽവുകൾ ബ്ലോക്ക് ചെയ്യുന്നവർ, ഹൃദയം ചുരുങ്ങുന്നവർ, പൾസ് കുറഞ്ഞവർ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ വിശുദ്ധമായ വലതുകരം ഇപ്പോൾ സ്പർശിക്കട്ടെ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴ് മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്നെ ഉയർത്തുന്നതിനെ കർത്താവേ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ കർത്താവേ നീ സ്ഥിരീകരിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ സൗഖ്യപ്പെടുത്തുന്നു. സ്തുതികട ഹല്ലേലൂയ. ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. പ്രിയമുള്ളവരെ, ശിരസംബന്ധമായ രോഗങ്ങൾ ഉള്ളവരെ ഭക്തിപൂർവം പ്രാർത്ഥനാപൂർവം ഇപ്പോഴ് കൈകൾ നെറ്റിയിൽ, ശിരസ്സിൽ വെക്കേണ്ടതാണ്. കടുത്ത തലവേദനയുള്ളവർ, തലയ്ക്ക് ഈടുള്ളവർ, തലയ്ക്ക് ഭാരം തോന്നണവർ, നിലത്ത് കിടന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ, കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ വല്ലാത്ത തലക്കറക്കം അനുഭവിക്കുന്നവർ, ഇയർ ബാലൻസ് പോണവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, കണ്ണിൽ നിന്ന് കാഴ്ച കുറഞ്ഞു വരുന്നവർ, മൂക്കിൽ ദശ വളരുന്നവർ, വായിൽ ക്യാൻസർസായിട്ടുള്ള വ്രണങ്ങളുള്ളവർ, കടുത്ത പല്ലുവേദന വരുന്നവർ, തൊണ്ടയ്ക്ക് വീക്കമുള്ളവർ, ടോൺസൈറ്റ് രോഗികൾ ഒക്കെ അവിടെ കൈവയ്ക്കേണ്ടതാണ്. തൈറോയ്ഡ് രോഗികൾ കൈവയ്ക്കേണ്ടതാണ്. സ്പണ്ടിലോസ് രോഗികൾ കൈവയ്ക്കേണ്ടതാണ്. മുടി കൊഴിയുന്നവർ, തലയ്ക്ക് വല്ലാതെ ചൂടടിക്കുന്നവർ, വിഭ്രമകരമായ കാഴ്ച കാണുന്നവർ, പിച്ചും പേയും പറയുന്നവർ, മാനസികമാണോ എന്ന് സംശയിക്കുന്നവർ, എപ്പിലെപ്സി രോഗികൾ, അപസ്മാ രോഗികളെല്ലാം കൈകൾ വെക്കേണ്ടതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ദൈന്യത, വേദന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ കണ്ണുനീരോടെ ഇപ്പോൾ സമർപ്പിച്ച് അമ്മയോട് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് മധ്യസ്ഥം യാചിക്കണം. സകല വിശുദ്ധന്മാരോടും പ്രാർത്ഥിച്ച് മധ്യസ്ഥം യാചിക്കണം. കർത്താവേ, അത്ഭുതം നീ ഇടപെട്ടില്ലെങ്കിൽ ഈ രോഗം ഞാൻ മരണം വരെ സഹിക്കേണ്ടി വരും എന്ന് വേദനയോടെ പറഞ്ഞ് കർത്താവിൻ്റെ കാരുണ്യം യാചിക്കേണ്ട സമയമാണ്. കർത്താവേ, ഞാൻ ഈ മക്കളെ എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദിവീശോയെ, നിൻ്റെ തിരുമുറിവാടുന്ന വലതുകരം ഇപ്പോഴീ മക്കളുടെ ശിരസ്സിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേക മക്കളിപ്പോഴും വേദനയോടെ കണ്ണ് നിറഞ്ഞ് കർത്താവെ എന്നെ സ്പർശിക്കണമെന്ന് യാചിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ അവരുടെ ശിരസ്സിനെ, രോഗാതുരമായ ശിരസ്സിനെ നിനക്കേൽപ്പിക്കുകയാണ്. ഉറക്കമില്ലാത്തതുണ്ട് ഈശോയെ ഈ കൂട്ടത്തിൽ. അപസ്മാര രോഗികളുണ്ട് കർത്താവെ ഈ കൂട്ടത്തിൽ. എപ്പിലെപ്സി രോഗങ്ങളുള്ളവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, എല്ലാ ഇന്ദ്രിയങ്ങളും, കഴുത്ത്, ചെവി,
അതുപോലെ തന്നെ കണ്ണുകൾ, വായ, നാക്ക്, തൊണ്ട, എല്ലായിടങ്ങളിലും രോഗങ്ങളുള്ളവർ കർത്താവെ വളരെ വേദനപ്പെട്ട് ഭാരപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഈശോ ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയവനെ, ആ മുൾക്കിരീടത്തിനൊഴുകുന്ന രക്തം കർത്താവെ ഇവരുടെ ശിരസ്സിലേക്ക് നീ ഇപ്പോഴ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ കർത്താവെ അവരെ സ്പർശിക്കണമേ കർത്താവെ, അവരെ വിട്ട് കളയല്ലേ കർത്താവെ. അവരെന്നും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ കർത്താവ് ഇവരെ അതിൽ വീട്ടമ്മമാരുണ്ട് ഈശോയെ, കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ജോലിക്ക് പോയിട്ടുള്ള ചെറുപ്പക്കാരുണ്ട് കർത്താവെ, അതിൽ കർത്താവ് വീട്ടുടമസ്ഥന്മാരുണ്ട് ഈശോയെ. മരുന്ന് വാങ്ങിച്ച് പണമെല്ലാം തീർന്നിട്ടും കർത്താവ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പണിക്ക് പോകാതെ നിവൃത്തിയില്ലല്ലോ, കുടുംബം പട്ടിണിയായി പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഗതികേട് കൊണ്ട് പണിക്ക് പോകുന്നുണ്ട് കർത്താവ്. എന്നാണ് തീർന്ന്, എന്നാണ് എനിക്കിത്തിരി ആശ്വാസം തോന്നണതെന്ന് അറിയാതെ കണ്ണുനീരോടുകൂടെ നിസ്സഹായമായിട്ട് അങ്ങയുടെ തിരുസനെ തേങ്ങി നിലവിളിക്കുന്നവരുണ്ട് കർത്താവ്. അവരുടെ മേലെല്ലാം കർത്താവെ നിൻ്റെ രക്തം ഇപ്പം തളിക്കണമെന്ന് പ്രാർത്ഥിക്കണം കർത്താവെ. നീ ആരാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന പ്രാർത്ഥിക്കും കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയായി ഞാൻ ഈശോനാമത്തിൽ നിങ്ങളുടെ ശിരസിൻ്റെ രോഗങ്ങളെ ഈശോനാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലം യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലം യേശുവിന്. പ്രിയമുള്ളവരെ, ഉദര രോഗങ്ങളുള്ളവരെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഉദരരോഗമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഉദരരോഗം വല്ലാതെ വീർത്ത് വരുന്നവർ, ഉദരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നവർ, ഉദരത്തിൻ്റെ ഭാരം കാരണം ചെരിഞ്ഞ് കിടന്നാൽ പിന്നെ ആ ചെരുവിൽ തന്നെ കിടന്നു പോണവർ, വയറും വലിച്ചുകൊണ്ട് തിരിയാൻ പറ്റാത്തവർ, നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിലും ആ രോഗമുള്ളവരെ നിങ്ങൾ ഓർക്കണം. അവർക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോഴും നിങ്ങൾ യാചിക്കണം. കർത്താവ്, ഞങ്ങൾ ഈ ഉദര രോഗികളെ എല്ലാവരെയും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, ഇവിടുത്തെ വയറിലേക്ക് അങ്ങയുടെ വിശുദ്ധമായ വലത് കരം വെച്ച നിമിഷം വയർ ചൊട്ടിപ്പോയ പോലെ കർത്താവേ, രോഗാതുരമായ ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. കർത്താവ് രോഗം സൗഖ്യമാക്കാൻ വചനം പ്രഘോഷിക്കാനും അപ്പോസ്തലന്മാരെ മനുഷ്യരാശിയിലേക്ക് പറഞ്ഞയച്ചവനെ, അങ്ങയുടെ പുരാതനമായ കാരുണ്യത്തെ ഇപ്പോൾ അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതും കൊണ്ട് എങ്ങനെ ജീവിക്കും? ഓരോ ദിവസവും ഉണർന്നു വരുന്നതും ഉറങ്ങാൻ പോണതും ആധിയോടെയാണ്, ഭീതിയോടെയാണ്, നിരാശയോടെയാണ്. കർത്താവ്, നീ ഉണ്ടായിട്ട് നീ ഉള്ളതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാത്തവരെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്ന് കർത്താവെ നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ ഉദര രോഗികളെ കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ആ വയറിലേക്ക് ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഉദര രോഗികളെ ഈശോനാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന.
മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലം എന്നീശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലം എന്നീശുവിന്. പ്രിയമുള്ളവരെ, അടിവയറ്റിലെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഗർഭാശയ രോഗികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റിലെ 80 വയസ്സോ 75 വയസ്സോട്ട് അമ്മ ഗർഭാശയം ഇറങ്ങിപ്പോകുന്നുവെന്ന് പറഞ്ഞ് വേദനയോടെ പ്രാർത്ഥിച്ചു. ഗർഭാശയം ഇറങ്ങുന്ന രോഗം നിസ്സാരമാണെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്താൽ തീരാവുന്ന കേസാണ്. പക്ഷേ ചിലർക്ക് പ്രഷറും ഷുഗറും ഒക്കെ ഡെവലപ്പ് ചെയ്താൽ ഓപ്പറേഷൻ നടക്കത്തില്ല. പിന്നെ മരണം വരെ ഇത് അനുഭവിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള രോഗികളെയാണ് ഞാൻ കൂടുതലായി ഇപ്പോഴും കർത്താവിന് സമർപ്പിക്കുന്നത്. ഗർഭാശയത്തിൻ്റെ ഇടിച്ചിൽ മൂലം ഉണ്ടാകുന്ന രക്തസ്രാവങ്ങൾ അവരടിവയറ്റിൽ കൈവയ്ക്കേണ്ടതാണ്. ഇപ്പോഴ് മക്കളില്ലാത്തവർക്കും ഇപ്പോഴ് അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. മക്കളില്ലാത്തവർ ഓരോരോ മരുന്നുകളും ഓരോരോ ചികിത്സാവിധികളും മാറി ചെയ്തിട്ട് ഒരു അടയാളം, പോസിറ്റീവായിട്ടുള്ളൊരു അടയാളം കാണാതെ ഞങ്ങൾ മക്കളില്ലാത്തവരായി ഇനി മരിച്ചു പോകുമോ എന്ന് വിചാരിച്ച് വേദനപ്പെടുന്നവരുണ്ട്. അവരെ ദൈവം തന്നെ ഇനി ഇറങ്ങി വരാതെ ഇനി കുട്ടികളുണ്ടാവത്തില്ലെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും അറിയാം. എന്നിട്ടും പിന്നെ ഒരു ചികിത്സയും ഇല്ലാണ്ടിരുന്നിട്ട് എന്തിനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മരുന്ന് കഴിക്കുന്നവരുണ്ട്. കഴിക്കാണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കഴിക്കണമെന്ന് ഓർത്തുകൊണ്ട് ഒരു പ്രത്യാശയ്ക്ക് അങ്ങനെ കഴിച്ചു പോകുന്നവരുണ്ട്. അവരെല്ലാവരും അടിവയറ്റ് കൈവെക്കണം. നമ്മുടെ പ്രത്യാശ കർത്താവായ ഈശോയാണ്. ഈ പ്രാർത്ഥന വഴി നിനക്ക് കുഞ്ഞിനെ തരും, അല്ലെങ്കിൽ കുഞ്ഞുള്ളതുപോലെ ജീവിക്കാനുള്ള അഭിഷേകം തരും. രണ്ടും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞുങ്ങളുള്ളവർ വേദനപ്പെട്ട് ജീവിക്കുന്നതും കുഞ്ഞുങ്ങളില്ലാത്തൊരു സന്തോഷം ജീവിക്കണമെന്ന് നമ്മൾ കാണുന്നുണ്ട്. എല്ലാം തീരുമാനിക്കുന്നത് കർത്താവാണ്. എല്ലാവർക്കും കുഞ്ഞുള്ളത് കൊണ്ടാണ് നിനക്ക് കുഞ്ഞില്ലാത്തത് കൊണ്ട് നിനക്കത് വലിയൊരു വിഷമമാകുന്നത്. മനുഷ്യരാശിയിൽ 50% പേർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയും 50% പേര് വന്ധ്യകളാകുകയും ചെയ്താൽ നിൻ്റെ വന്ധ്യത്വത്തിന് ഇത്തരം വേദന ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ എല്ലാ വേദനകളും ആപേക്ഷികമാണ്. മറ്റുള്ളവർക്ക് അത് ഉള്ളത് കൊണ്ടാണ് നമുക്കില്ലാതെ വരുമ്പോൾ ഒരു വേദന ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത് ദൈവഹിതമാണെങ്കിൽ ഇപ്പോഴേ കർത്താവ് നിനക്ക് കുഞ്ഞിനെ തരും. പിന്നെ ഇത് മരിയൻ ഉടമ്പടി നൊവേനയായത് കാരണം ദൈവഹിതം അല്ലാത്തതിനെ ആക്കിയെടുക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൻ്റെ പ്രത്യേക ശക്തിയാണ്. ഒരു കാര്യം ദൈവഹിതമായിരിക്കത്തില്ല, പക്ഷേ അമ്മയ്ക്കിഷ്ടമാണെങ്കിൽ, അമ്മയുടെ ഹിതമാണെങ്കിൽ, അതൊരു മരിയൻ വിഷാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവഹിതം അല്ലെങ്കിൽ പോലും അത് നടക്കും. എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ദൈവഹിതമല്ലെന്ന്. പക്ഷേ അമ്മയ്ക്കത് ഇഷ്ടമാണ്. അതാണ് മരിയൻ ഉടമ്പടിയുടെ പ്രത്യേക ശക്തി എന്ന് പറയുന്നത്. പക്ഷെ ആ ബോധം നിനക്കുണ്ടാവണം. അമ്മ കർത്താവിൻ്റെ തിരുസന്നിധിയിലുള്ള ഏറ്റവും മേജർ മീഡിയേറ്ററാണെന്നുള്ള ഒരു ബോധം, അത് വല്ലാത്ത ബോധമാണ്. അത് ആരും നമുക്ക് നൽകണതല്ല, നമുക്ക് താനേ അത് ദൈവത്തിൻ്റെ കൃപ പോലെ ഉണ്ടാകുന്നതാണ്.
ഒരു സെൻസാണ് അത്. കാര്യം അമ്മ വിചാരിച്ചാൽ ഈ വിഷയത്തിന് അത് ദൈവഹിതം അല്ലെങ്കിൽ പോലും ദൈവം അമ്മയുടെ മനസ്സിനെ മാനിക്കും എന്നുള്ള സുവിശേഷ സത്യം ആണ് പലപ്പോഴും ഉടമ്പടിയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഉദരരോഗികൾ, മക്കളില്ലാത്തവർ, ഗർഭാശയത്തിൽ ശിസ്തുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നി രോഗികൾ ഒക്കെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്, നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അർസസ് രോഗികൾ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആൾസർ രോഗികൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, വ്യത്യസ്തങ്ങളായ ഓപ്പറേഷന് വിധേയമായിട്ട് അതിൻ്റെ സൈഡ് ഇഫക്ട്സ് പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അറിയാതെ മൂത്രം പോകുന്നത്, മൂത്രം ഒഴിക്കുമ്പോഴുണ്ടാകുന്ന ഇരിച്ചിൽ, പുകച്ചിൽ, മൂത്രം ഇറ്റിറ്റ് പോണവർ, മൂത്രം വല്ലാണ്ട് പോയി വേറെ കാര്യമാകുന്നവരുണ്ട്, കൺട്രോളില്ലാതെ പോകുന്നവർ, കൺട്രോളില്ലാതെ മലം പോകുന്നവർ, അതുപോലെ തന്നെ മലത്തിലൂടെ ബ്ലഡ് പോണവർ, ബ്ലഡ് യൂറിയയിലൂടെ ബ്ലഡ് പോകുന്നവർ, എന്തെല്ലാം യാതനകളാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ രോഗങ്ങൾ ദൈവം വഹിക്കേണ്ടതാണെന്നുള്ള ഒരു ബോധമാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. വൈദ്യന്മാർ വഹിക്കേണ്ട രോഗങ്ങളുണ്ട്, ദൈവം വഹിക്കേണ്ട രോഗങ്ങളുണ്ട്. ഒരുപക്ഷെ നിൻ്റെ രോഗം ദൈവം വഹിക്കേണ്ടതാകാം. അങ്ങനെയാണെങ്കിൽ ആ സമയം ഇപ്പോഴാണ്. അമ്മ നിനക്ക് വേണ്ടി ജീവനോടെ മധ്യസ്ഥം വഹിക്കുന്ന ഈ സമയം നിൻ്റെ രോഗങ്ങൾ കർത്താവ് വഹിക്കാൻ പോവുകയാണ്. നീ നിൻ്റെ രോഗമുള്ളയിടത്ത്, അത് വാദമായാലും എന്ത് രോഗമായാലും, ഞരമ്പിൻ്റെ രോഗമായാലും അസ്ഥി രോഗമായാലും, നീ കൈവെക്കുക. നിൻ്റെ നാമത്തിലല്ല, നിനക്ക് വേണ്ടി മരിച്ചുയർത്തുന്നേറ്റ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നീ രോഗമുള്ളിടത്ത് കൈവെക്കുക. കാരണം നിൻ്റെ രോഗങ്ങൾ അവൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്. നിന്നോട് ബാധിക്കുന്ന നിൻ്റെ രോഗങ്ങൾ, നിൻ്റെ വേദനകൾ അവൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്. വിശ്വസിക്കുക ദൈവവേദനെ, ഇത് നിൻ്റെ സൗഖ്യത്തിൻ്റെ സമയമാണ്. കർത്താവേ, ഞാൻ ഇപ്പോഴ് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ അവരോട് എപ്പോഴും കാരുണ്യമുള്ളവനാണ്. കർത്താവേ, അവർ നീ സുഖപ്പെട്ടുകൊണ്ട് അവർ സുഖപ്പെടുമ്പോൾ അവരെപ്പോലെ നീയും സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കർത്താവേ, നിൻ്റെ സന്തോഷത്തെ നീ വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ മക്കളെ നീ സ്പർശിക്കണമേ. ഈശോ, ഈ ജനത്തിന് വേണ്ടി മരിക്കാൻ നീ തയ്യാറായി. ഈ ജനത്തിന് വേണ്ടി ചമ്മട്ടി അടിയേക്കാൻ നീ തയ്യാറായി. ഈ ജനത്തിന് വേണ്ടി അങ്ങ് ക്രൂശിക്കപ്പെടാൻ തയ്യാറായി. എങ്കിൽ ഈ ജനത്തിൻ്റെ വിലയെന്താണ്? ഈ ജനത്തിൻ്റെ ഭാരങ്ങളുടെ വിലയെന്താണ്? ഈ ജനത്തിൻ്റെ രോഗങ്ങളുടെ വിലയെന്താണ്? അത് നിൻ്റെ രക്തത്തിൻ്റെ വിലയാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. മരുന്നോ ലേപനോ അല്ല കർത്താവേ, അങ്ങയുടെ ഭക്ഷണമാണല്ലോ അങ്ങയുടെ മക്കളെ സ്പർശിക്കണം. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. കർത്താവേ, വിശ്വാസം കർത്താവെ ക്ഷയിച്ചു വരുന്ന ഈ കാലത്ത്, കർത്താവെ, അനേകം മക്കൾ നിന്റെ ദൈവത്വത്തെ പോലും സംശയിക്കുന്ന ഈ കാലത്ത് ഇപ്പോൾ ഈ നിമിഷം കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിൽ, കുർബാനയിൽ, പ്രാർത്ഥനയിൽ 1-2 പേരെ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവിടെ മധ്യേ ഞാൻ ഉണ്ടാകുന്ന അല്ല ചെയ്ത് അങ്ങയുടെ വാക്കിൻ്റെ വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ ഇപ്പോഴും അടുപ്പിട പോലെ, വൈദ്യാഘാതം പോലെ ഉള്ളൻകാലം മുതൽ ഉച്ചവരെയുള്ള മുഴുവൻ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാൽ, യേശു നാമത്തിൻ്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ശ്രുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കർത്താവിൻ്റെ ദാസൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത
പരാധീനതകളുടെ മേലെ, സാമ്പത്തിക തകർച്ചകളുടെ മേലെ, ജോലിയില്ലാത്ത അവസ്ഥകളുടെ മേലെ, പാർപ്പിടമില്ലാത്ത അവസ്ഥകളുടെ മേലെ, മതപീഡനത്തിലെ അനാഥമായി പോകുന്ന വിശ്വാസികളുടെ മേലെ ദൈവശക്തി ഇറങ്ങി വരുന്നത് കണ്ട് പൗലോസ് ആത്മാവിൽ ആനന്ദിച്ചു. മനുഷ്യൻ്റെ എല്ലാ ഭൗതിക മേഖലകളിലും ആത്മീയ മേഖലകളിലും ദൈവം ഇറങ്ങി വരുന്നത് കണ്ടയാളാണ് പൗലോസ്. ഈ മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലെയും എല്ലാ ഇല്ലായ്മകളിലേക്കും മനുഷ്യനെ ഉത്കണ്ഠപ്പെടുത്തുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളിലേക്കും, ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങൾ, അതുപോലെ സർവീസ് പ്രോബ്ലംസ്, കടങ്ങൾ, വിവാഹം ഒത്തുവരാത്തതും വിവാഹം നടത്തി കൊടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ, വിവാഹം പിരിയാൻ വേണ്ടി നിൽക്കുന്ന കേസുകൾ, ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് തകർക്കുന്ന, ഇഞ്ചപ്പരുമാക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലേക്കും ദൈവം ഇറങ്ങി വരണത് ഒരിക്കൽ പൗലോസ് കണ്ട്. മനുഷ്യനെ ഉത്കണ്ഠപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നത് പൗലോസ് കണ്ടപ്പോഴേ പൗലോസ് തന്നോട് തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്: സന്തോഷിക്കുക, സന്തോഷിക്കുക. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷിക്കുക. നിങ്ങളുടെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവനാണ്. ഇത് പൗലോസും പത്രോസും ഒരുപോലെ കണ്ട ഒരു സ്വപ്നമാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കാൻ പറഞ്ഞത് പത്രോസ് കണ്ട സ്വപ്നമാണ്. സന്തോഷിക്കുക, എപ്പോഴും സന്തോഷിക്കുക. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുക. കർത്താവ് അടുത്ത് എത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങളുണ്ടാവുന്നത്, ആശുപത്രി കിടക്കുന്ന ആൾക്കാരെ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട. അപ്പോൾ ദൈവം എല്ലാ മണ്ഡലങ്ങളിലുമാണ്. നമുക്ക് ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട എന്ന് നിന്നോട് പറഞ്ഞത് ഒരു മനുഷ്യനല്ല, മറിച്ച് ഒരു മനുഷ്യനായി ജനിച്ച് എല്ലാത്തരം ഉത്കണ്ഠകളും ഈ ഭൂമിയിൽ അനുഭവിച്ച് ഒടുവിൽ മരണം വരെ അനുഭവിച്ച് അതിനെയും അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് പറയുന്നത് ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ടെന്ന്. ആ കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നിൻ്റെ ഭൗതിക ജീവിതം ഇപ്പോഴ് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, കുടുംബസമാധാനം തകർന്നവർ, മദ്യപാനത്തിൻ്റെ ആസക്തികൾ, സാമ്പത്തിക കടങ്ങൾ, കുഞ്ഞുങ്ങൾ വിദേശത്ത് പോയിട്ട് അകപ്പെട്ടു പോയവർ, തിരിച്ചു വരാൻ പറ്റാതെ വിഷമിക്കുന്നവർ, രോഗബാധിതരായിട്ടുള്ളവർ, വിദേശത്ത് ജയിലിൽ കഴിയുന്നവർ, തിരിച്ചു വരാൻ പറ്റാത്തവർ, നാട്ടിൽ വന്നിട്ട് പോകാൻ പറ്റാതെ കുഴങ്ങുന്നവർ, അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു വഴിമുട്ടി നിൽക്കുന്ന എല്ലാ മക്കളും അമ്മയുടെ നീല മേലങ്കിയിൽ പിടിച്ചു തൂങ്ങണം. ഇപ്പോഴ് നിങ്ങൾക്ക് ഈ അൾത്താറെ, അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറയാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ആ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ പറ്റും. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, അമ്മേ കൃപാസനത്തിൽ അൾത്താറെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ, എൻ്റെ കുടുംബത്തെ ഉയർത്തണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കേണ്ട ശ്രുതികട ഹല്ലേലൂയ, കർത്താവ് ഞാൻ ഈ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ടേമേ. ഇപ്പോഴും കർത്താവ് അങ്ങയുടെ മക്കളെ കർത്താവ് ഓരോരോ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണേ. ജോലിയില്ലാത്തവർ, ജോലി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ, വീടിൻ്റെ കടങ്ങൾ അനുഭവിക്കുന്നവർ, വാടക താമസിക്കുന്നവർ, അതുപോലെ കണ്ട പാർപ്പിടത്തിൻ്റെ
പരാധീനത അനുഭവിക്കുന്ന അനേകം മക്കളുടെ ദുർനടപ്പുകൾ, മക്കളുടെ വഴിനടപ്പുകൾ കർത്താവ്, മക്കൾക്ക് വേണ്ടത്ര അനുസരണ ഇല്ലാത്തവർ, പ്രാർത്ഥിക്കാത്തവർ, വിശ്വാസമില്ലാത്തവർ, മക്കളെപ്പോഴും കടത്തേക്ക് വരുന്നവർ, തെറ്റായ ബന്ധങ്ങളിൽ, മൊബൈലിലും വീഡിയോ ഗെയിംസിലും എല്ലാം അകപ്പെട്ടു പോയ മക്കൾ കർത്താവ്, അവരെല്ലാം തെറ്റായ കൂട്ടുകെട്ടുകളിലെല്ലാം അകപ്പെട്ട് മറ്റു വീടിനേക്കാളും മാതാപിതാക്കന്മാരും സഹോദരങ്ങളെക്കാളും കൂട്ടുകാരെ കർത്താവ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അകപ്പെട്ടിരിക്കുന്നവർ കർത്താവ്, തെറ്റായ ബന്ധനങ്ങളിൽ കർത്താവ് ചാടിപ്പോയി കർത്താവ് കുടുങ്ങിപ്പോയ മക്കൾ, അവരെല്ലാം കർത്താവ് ഇപ്പോഴും തിരത്തം ഒഴിച്ചുകൊണ്ട് കർത്താവ് അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ അലിഞ്ഞ് കർത്താവ് നിർവീര്യമാകണമെന്ന് കൽപ്പിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ, 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 മഹത്വം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. മൗനമായി കൈകൾ കുപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. മൗനമായി കണ്ണടച്ച് കൈകൾ കുപ്പി പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, മൗനമായി ഏതെങ്കിലും ഗുരുതരമായ വിഷയങ്ങൾ, ചിലപ്പോൾ ഭാഗോടമ്പടിയാകാം, വഴി പ്രശ്നമാകാം, ചിലപ്പോൾ രേഖകളാകാം, പ്രമാണങ്ങളാകാം, സർട്ടിഫിക്കറ്റുകളാകാം, ഡേറ്റുകളുടെ പ്രോബ്ലംസ് ആകാം, രജിസ്ട്രേഷൻ പ്രോബ്ലം ആകാം, ആരെങ്കിലുമൊക്കെ വിഷയങ്ങൾ അറിഞ്ഞാൽ കൂടുതൽ കേസ് കെട്ടാകാം, സ്ഥലം വിറ്റുമാറാൻ പറ്റാത്ത അവസ്ഥയാകാം. ഇങ്ങനെ എന്ത് പ്രശ്നമായാലും ഇപ്പോഴ് പരിശുദ്ധാത്മാവ് വഴി സമർപ്പിക്കുക. കണ്ണടച്ച് കൈകൾ കുപ്പിയാണ് സമർപ്പിക്കേണ്ടത്. ഇത്രയും വിഷയങ്ങൾ കർത്താവ് സമർപ്പിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ഗാനം പാടി ആലപിച്ചുകൊണ്ട് നമുക്ക് നൊവേനയുടെ സമാപനത്തിലേക്ക് പ്രവേശിക്കാം. ഒരുമിച്ച് പാടാം. സ്വർഗത്തിൽ വാഴും താതാ, നിൻ തിരുനാമമെന്നും സംപൂജ്യമായിടണം. നിൻ രാജ്യം വന്നിടണം. നിന്നഭിലാഷമെല്ലാം സ്വർഗത്തിൽ നിന്നതുപോലെ മണ്ണിടത്തിലും സദാ വന്നു ഭരിച്ചിടണം. ഞങ്ങൾക്കാവശ്യകമായ ആഹാരം നൽകിടണം. തിന്മകൾ ക്ഷമിക്കണേ, ഞങ്ങൾ ക്ഷമിച്ചതിനാൽ. പാപത്തിൽ വീഴാതെന്നും പാലിച്ചു കൊള്ളണമേ. ശക്തിയും സാമ്രാജ്യവും വാഴ്ചയും അങ്ങേതല്ലോ, വാഴ്ചയും അങ്ങേതല്ലോ. സ്വർഗത്തിൽ വാഴും താതാ, നിൻ തിരുനാമമെന്നും സംഭവ
പൂജ്യമായിടേണം നിൻ രാജ്യം വന്നിടേണം ഞങ്ങൾക്കാവശ്യമാ ആഹാരം നൽകണേ തിന്മകൾ ക്ഷമിക്കണേ ഞങ്ങൾ പാപത്തിൽ വീഴാതെന്നും പാലിച്ചു കൊള്ളണമേ ശക്തിയും സാമ്രാജ്യവും വാഴ്ചയും അങ്ങേതല്ലോ വാഴ്ചയും അങ്ങേതല്ലോ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആവർത്തിച്ച് പ്രാർത്ഥിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്വസ്ത്രവും ബഹുമാനവും ശക്തിയും ബലവുമെന്ന് യേശുവിനെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.